സമാധാനപരമായ രൂപത്തിൽ നിലനിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിൻ്റെ റിപ്പബ്ലിക്ക് എവിടെയാണോ സ്ഥാപിക്കപ്പെടുന്നത് അവിടെ വ്യക്തമായ നിയമങ്ങൾ യജമാനനായ അള്ളാഹുവിങ്കിൽ നിന്ന് തന്നെ സ്വീകരിച്ചുകൊണ്ട് നിയമം നടപ്പാക്കുകയാണ്. ഏത് സൃഷ്ടികൾ എവിടെ നിയമമുണ്ടാക്കിയാലും ആ നിയമങ്ങൾക്ക് ന്യൂനതകൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഒരു മനുഷ്യന്റെ തലയിൽ ഉദിക്കുന്നതല്ല മറ്റൊരു മനുഷ്യന്റെ തലയിൽ ഉദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, പല രാഷ്ട്രങ്ങളും ലോകത്തുണ്ട്. ഓരോ രാഷ്ട്രങ്ങളിലും വ്യത്യസ്തമായ നിയമങ്ങൾ ഉണ്ടാകുന്നത് അതാത് പ്രദേശത്തുള്ള ജനങ്ങൾ, അവരിൽ നിന്ന് ചിലർ അവരുടെ പ്രദേശങ്ങൾക്ക് വേണ്ടി നിയമമുണ്ടാക്കുമ്പോൾ ആ നിയമം ഒരിക്കലും ഏകോപിതമാകുന്നില്ല. പല സ്ഥലങ്ങളിലും വ്യത്യസ്ത നിയമങ്ങളാണ്. ഒരേ ഒരു ഭരണഘടനയും ഒരു സുപ്രീം കോടതിയും ഒരു പ്രധാനമന്ത്രിയും ഒരു രാഷ്ട്രപതിയുമുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിൽ വ്യത്യസ്തമായ നിയമങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇതേപോലെ സുഹൃത്തുക്കളെ, പല രാഷ്ട്രങ്ങളിലും പല നിയമങ്ങളാണ്. ആ നിയമങ്ങൾ പലതും മനുഷ്യനാൽ നിർമ്മിതമായ നിയമങ്ങളാണ്. അതേസമയത്ത് ലോകസത്തായ അള്ളാഹുവിൻ്റെ മതമാണ് അൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ജീവിത രീതി, ജീവിത സ്വഭാവം, ജീവിത നിയമം അത് അൽ ഇസ്ലാം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചതല്ല. സ്ഥാപകൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ വദഉൻ ഇലാഹിയ്യുൻ, ദൈവികമായി സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് ഇസ്ലാം ദീൻ എന്നതിന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള നിർവചനത്തിൽ ആമുഖം പറഞ്ഞു. അതായത് ലോകസൃഷ്ടാവായ അല്ലാഹു സ്ഥാപിച്ച മതമാണ് അൽ ഇസ്ലാം. അത് സായഖുൽ ലിദവിൽ ഉഖൂലി, ബുദ്ധിയുള്ള ആളുകളെ അത് നയിക്കുകയാണ്. ചിന്തയുള്ളവരെ അല്ലാഹുവിൻ്റെ ആ ദീൻ നയിക്കുകയാണ്. അവർക്ക് ഇഹത്തിലും പരത്തിലും ദുനിയാവിലും ആഖിറത്തിലും ഗുണകരമായ വിഷയത്തിലേക്ക് നയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നവൻ അൽ മുസ്ലിം, അൽ മുസ്ലിം എന്ന് അറിയപ്പെടുന്നു. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത രീതി മറ്റാർക്കും ശല്യം ചെയ്യാത്ത ജീവിത രീതി. അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. അവന്റെ നാവ് കൊണ്ടോ അവന്റെ കൈ കൊണ്ടോ മറ്റൊരു മനുഷ്യർക്കും ശല്യം ചെയ്യാത്തവൻ, അതാണ് യഥാർത്ഥ മുസ്ലിം. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു രാഷ്ട്രം ഭരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ രാഷ്ട്രത്തിന് എല്ലാ വിഷയത്തിലും വ്യക്തമായ നിയമങ്ങൾ ആവശ്യമാണ്. നിയമങ്ങളില്ലെങ്കിൽ ഏതൊരു രാഷ്ട്രത്തിലും ജീവിക്കുന്ന മനുഷ്യൻ അവൻ തോന്നിവാസിയായി ജീവിക്കാൻ സന്നദ്ധനാകുമ്പോൾ അവരിൽ ആക്രമിക്കുന്നവരും ഉണ്ടാകാം. ആക്രമിക്കപ്പെടുന്നവരെന്നും മനസ്സ് വേദനിക്കുന്നവരും ആക്രമിക്കുന്നവരെന്നും ഹുങ്ക് വർദ്ധിക്കുന്നവരുമായി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്രമങ്ങളെ തടയാൻ, അനീതികളെ നിഷ്കാസനം ചെയ്യാൻ ഇവിടെ നിയമങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അതിന് എല്ലാ വിഷയത്തിലും നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ
വലുതാകട്ടെ. എല്ലാ വിഷയത്തിലും നിയമങ്ങളാണ്. ഞാനിപ്പോൾ ഇവിടെ പ്രസംഗം തുടങ്ങുന്നു. ആ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് നിങ്ങളോട് എങ്ങനെയാണ് സംബോധനം ചെയ്യേണ്ടത്, അതിന് ഇസ്ലാമിൽ നിയമമുണ്ട്. എഴുന്നേറ്റ് നിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയും. എന്റെ ഈ പ്രസംഗം കേൾക്കുന്നവരിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഉണ്ടാകാം. പക്ഷേ ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് അവിടെ പറയാൻ പറ്റുമോ? പറ്റുമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അവിടെ ആ സദസ്സിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഉണ്ട് എന്നതുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൂടാ എന്നില്ല. അവിടെ അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഇതേപോലെ പ്രസംഗം തുടങ്ങുമ്പോൾ പ്രസംഗിക്കാനുള്ള എല്ലാ കഴിവ് തരുന്നവനും, അറിവ് തരുന്നവനും, ശക്തി തരുന്നവനും, ഓർമ്മശക്തി തരുന്നവനും, പ്രസംഗത്തിന്റെ സദസ്സിൽ ആളുകളെ എത്തിക്കുന്നവരും എല്ലാം മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കുന്ന ലോകസൃഷ്ടാവായ അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വേണം പ്രസംഗം ആരംഭിക്കാൻ. അൽഹംദുലില്ലാഹ് പറയണം. അല്ലാഹുവിന്റെ പേര് കൊണ്ട് വേണം അതിന്റെ പ്രാരംഭം കുറിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലണം. അത് മാത്രം പോരാ, അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മദ്ഹായ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആശയം അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. അതിന്റെ പുറമെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും നബിയുടെ കുടുംബത്തിന്റെ പേരിലും എല്ലാം സലാത്തും സലാമും, അതേ അവർക്ക് മഹത്തായ അനുഗ്രഹങ്ങൾ അല്ലാഹു വർഷിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്ന സലാത്തും സലാമും ചൊല്ലണം. ഇങ്ങനെ പ്രസംഗം തുടങ്ങുമ്പോൾ അതിന് ഇസ്ലാമിൽ മര്യാദകളും നിയമങ്ങളും ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തേ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. വലത്തേ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. തന്റെ മുന്നിൽ നിന്നെടുത്ത് കഴിക്കണം. ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണം. അവിടെ നിയമങ്ങളുണ്ട്. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തേ കാലിന്റെ ചെരുപ്പ് ആദ്യം ധരിക്കണം. ഇടത്തേ കാലിന്റെ ചെരുപ്പ് രണ്ടാമത് ധരിക്കണം. ചെരുപ്പ് ഊരി വെക്കുമ്പോൾ ഇടത്തേ കാലിന്റെ ചെരുപ്പ് ആദ്യം ഊരി വെക്കണം. പിന്നീട് വലത്തേ കാലിന്റേത് ഊരി വെക്കണം. വസ്ത്രം ധരിക്കുമ്പോൾ വലതുഭാഗം ആദ്യം മറക്കണം, പിന്നീട് ഇടതുഭാഗം മറക്കണം. അങ്ങനെ തുടങ്ങി ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിയാൽ, വീട്ടിൽ കയറുമ്പോൾ വലത്തേ കാൽ എടുത്തു വെക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേ കാൽ എടുത്തു വെക്കണം. അത് പോകുന്നത് ഹജ്ജിന് വേണ്ടിയാണെങ്കിലും ഇറങ്ങുന്ന സമയത്ത് ഇടത്തേ കാൽ എടുത്തു വെക്കണം. കയറുന്ന സമയത്ത് വലത്തേ കാൽ എടുത്തു വെക്കണം. പള്ളിയിൽ കയറുമ്പോൾ വലത്തേ കാൽ എടുത്തു വെക്കണം. പള്ളിയിൽ ഇറങ്ങുമ്പോൾ ഇടത്തേ കാൽ എടുത്തു വെക്കണം. അവിടെ നിയമമുണ്ട്. ഇങ്ങനെ ഏത് സ്ഥലം നോക്കിയാലും നമ്മൾ കയറുന്നത് വിസർജന സ്ഥലത്തേക്കാണെങ്കിൽ അവിടെ ഇടത്തേ കാൽ ആദ്യം എടുത്തു വെക്കണം. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വലത്തേ കാൽ എടുത്തു വെക്കണം. അവിടെ എല്ലാം ചൊല്ലാൻ ചില ദിക്റുകൾ ഉണ്ട്. വീട്ടിലേക്ക് കയറുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. പള്ളിയിലേക്ക് കയറുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. അതുപോലെ തന്നെ നാം പള്ളിയിലേക്ക് കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലണം. അതുപോലെ അല്ലാഹുവിനോട് കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥന നടത്തണം. ഇങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് കർമ്മങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും പരിപൂർണമായി നിയമമുള്ള ഒരേ ഒരു പ്രസ്ഥാനം ലോകത്തുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വേറെ ഏത് പ്രസ്ഥാനങ്ങൾ എടുത്താൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു ഭാഗത്തോ നിയമങ്ങൾ ഉണ്ടായിരിക്കാം. സർവ്വ വിഷയങ്ങളിലും, മനുഷ്യനെ ബാധിക്കുന്ന സർവ്വ വിഷയങ്ങളിലും വ്യക്തമായ, ശ്രേഷ്ഠമായ, ഉന്നതമായ, പവിത്രമായ, അജയ്യമായ നിയമങ്ങളുള്ള പ്രസ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാം ഭരണാധികാരികളോട് കുറെ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രത്തിന്റെ ഭദ്രതക്കും രാഷ്ട്രത്തിൽ ജീവിക്കുന്ന പൗരന്മാർക്കും സമാധാനപരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ നിയമങ്ങളാണ്. ഈ ലോകം മനുഷ്യന് രക്ഷക്കും ശിക്ഷക്കുമുള്ള അതേ ആത്യന്തികമായ ലോകമാണ് എന്ന ചിന്ത പരിശുദ്ധ ഇസ്ലാം വളർത്തുന്നില്ല. മറിച്ച് ഈ ലോകം താൽക്കാലികമാണ്. ഇവിടെ ആക്രമിക്കുന്നവന് ഒരു പക്ഷേ സുഭിക്ഷമായി ജീവിക്കാൻ സാധിച്ചേക്കാം. ചിലപ്പോൾ കളവ് പറയുന്നവൻ രക്ഷപ്പെട്ടേക്കാം.
ചിലപ്പോൾ വഞ്ചന നടത്തുന്നവൻ സുഖമായി ജീവിച്ചു മരിച്ചേക്കാം. വളരെ സംശുദ്ധനായി ജീവിക്കുന്നവൻ പല പരീക്ഷണങ്ങൾക്കും വിധേയനായേക്കാം. കാരണം ഈ ഭൗതിക ലോകം ഇതൊരു നിലനിൽക്കുന്ന ലോകം അല്ല, മറിച്ച് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ഈ ഭൂമി ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പഠിപ്പിച്ചതുപോലെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ ഉപ്പാപ്പയെയും അതുപോലെ അവിടുന്ന് ജനിച്ച് വളർന്ന് ജീവിച്ച നാടിനെയും മുൻനിർത്തി ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന സൂറത്തിൽ സത്യം ചെയ്ത് അല്ലാഹു പഠിപ്പിച്ചതുപോലെ ഈ ഭൂമി ലോകം പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും വിഷമങ്ങളുടെയും ടെൻഷനുകളുടെയും ലോകമാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഒരു സന്തോഷത്തിന്റെ പിന്നിൽ ഒരു പ്രയാസം. അങ്ങനെയാണ് ഒരു കല്യാണം നിശ്ചയിച്ചാൽ വലിയ സന്തോഷമാണ്. പക്ഷേ നിശ്ചയിച്ച അന്ന് മുതൽക്ക് അത് കഴിയുന്നത് വരെ ടെൻഷനാണ്. അത് നല്ല നിലക്ക് കഴിഞ്ഞുകൂടുന്നത് വരെ ടെൻഷനും പ്രയാസവുമാണ്. കഴിഞ്ഞാൽ പിന്നെ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സുന്ദരമായ സൗന്ദര്യമുള്ള ജീവിതം അത് കൊണ്ടുപോകാനുള്ള സുബ്ഹാനല്ലാഹ് ഭാര്യ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ, അതുപോലെ ഭർത്താവിന്റെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ അതിനുള്ള പ്രശ്നങ്ങളും ക്ലേശങ്ങളും അതിനുള്ള സംസാരങ്ങളും വർത്തമാനവും സുബ്ഹാനല്ലാഹ് അതിന്റെ പ്രയാസമൊന്നും പറയണ്ട. അതൊക്കെ കൂടി ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോഴോ പിന്നെ ഈ പെൺകുട്ടിക്ക് ഗർഭിണിയാകുന്നില്ലെങ്കിൽ ഗർഭമാകാത്ത പ്രശ്നം, ഗർഭമായി കഴിഞ്ഞാലോ സുബ്ഹാനല്ലാഹ് ഇതൊരു സുഖപ്രസവം കിട്ടണ്ടേ, അതിന്റെ ബേജാറും അതിന്റെ പ്രശ്നവും അതിന്റെ നേർച്ചയും അതിന്റെ ദുആയും അതിന്റെ ഓട്ടവും സുബ്ഹാനല്ലാഹ് അതിന്റെ ആസ്പത്രിയിൽ പോക്കും ഡോക്ടറെ കാണിക്കലും അങ്ങനെ അമ്മായിനെ വിളിക്കലും പോലും വരലും ഒക്കെ കൂടി പ്രശ്നം തന്നെയാണ്. പ്രസവിച്ച് കഴിഞ്ഞാലോ സുബ്ഹാനല്ലാഹ് പിന്നെ കുട്ടീന്റെ കാര്യത്തിൽ മുല കുടിക്കലും കുടിപ്പിക്കലും അങ്ങനെ പ്രശ്നമാണ്. ഇതെപ്പോഴാ പ്രശ്നം തീരല്? മനുഷ്യന്റെ പ്രശ്നപ്പാ തീരല്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. പ്രയാസത്തിലാണ് മനുഷ്യൻ, എന്നും പ്രയാസത്തിലാണ്. ഒരു പ്രയാസമില്ല എന്ന് പറയാൻ ഒക്കുമോ? പ്രയാസം തന്നെയാണ്. ഓരോന്നിന്റെയും പിന്നാലെ പ്രയാസം. സന്തോഷത്തിന്റെ പിന്നാലെ പ്രയാസം, പ്രയാസത്തിന്റെ പിന്നാലെ ഒരു സന്തോഷം വന്നാൽ പിന്നെയും പ്രയാസം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാസ്തവത്തിൽ ഈ ഭൂമി ലോകത്ത് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടലാണ് സുഖം. പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട അതൊരു സുഖം. ഉദാഹരണത്തിന് വിശക്കുന്നതിന് ഭക്ഷണം കഴിച്ചാൽ വിശപ്പടങ്ങി, അതൊരു സുഖം. അപ്പൊ നേരത്തെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടല ഇവിടെയുള്ള സുഖം. സുഖം എവിടെ? സുഖിക്കാൻ സമയം എവിടെ? ഇനി സുഖം വന്നാൽ തന്നെ ഉണർത്തന്നെ ഇനി എന്താ ദുഃഖം എന്നറിയോ? സുബ്ഹാനല്ലാഹ് ബസ് കിട്ടുവോളും കിട്ടേണ്ട ദുഃഖം, കിട്ടിയാലോ കയറിയാലുള്ള ദുഃഖം പറയണോ? ഇറങ്ങേണ്ട ദുഃഖം, ഇറങ്ങുന്നവരെ പ്രയാസം, ഇറങ്ങിക്കഴിഞ്ഞാലോ പിന്നെ സുബ്ഹാനല്ലാഹ് അതിന്റെ പ്രയാസം വേറെ, നടക്കേണ്ട പ്രയാസം. ഇങ്ങനെ മനുഷ്യൻ പ്രയാസത്തിൽ തന്നെ പോവല്ലേ. അപ്പോൾ പിന്നെ മനുഷ്യൻ ലോകങ്ങൾക്ക് മുഴുവനും, സർവ്വലോകവും ലോകത്തുള്ളത് മുഴുവനും മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതായിരിക്കെ, മനുഷ്യൻ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയായിരിക്കെ, ഓ സഹോദരന്മാരെ, മനുഷ്യന് വേണ്ടിയല്ലേ മൃഗങ്ങൾ, മനുഷ്യന് വേണ്ടിയല്ലേ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പറവകളും വെള്ളവും വെളിച്ചവും എല്ലാം മനുഷ്യന് വേണ്ടിയല്ലേ, മനുഷ്യന് വേണ്ടിയല്ലേ എല്ലാം അല്ലാഹു ലോകത്ത് നിയോഗിച്ചിട്ടുള്ളതും ലോകത്ത് വെച്ചിട്ടുള്ളതും. ആ മനുഷ്യൻ ഈ ഒരു ക്ലേശത്തിന് വേണ്ടി മാത്രം ഈ മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും മനുഷ്യനെ ഈ ക്ലേശത്തിന് വേണ്ടി പടച്ചതല്ല. മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് സന്തോഷത്തിനാണ്, സുഖത്തിനാണ്. പക്ഷേ അത് ഈ ലോകത്തല്ല, അതിന് വേറൊരു ലോകം അല്ലാഹു വെച്ചിട്ടുണ്ട്. അവിടെ സുഖം മാത്രമാണ്, സന്തോഷം മാത്രമാണ്. എത്ര മഴ കൊണ്ടാലും ജലദോഷമില്ല, ഏത് തണുപ്പ് കൊണ്ടാലും തൊണ്ടവേദനയില്ല. അതേ, അങ്ങനെ അവിടെ മഴ കൊണ്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന പ്രശ്നമില്ല, തണുത്തുകൊണ്ട് വിറച്ചു പോകുന്ന കാര്യമില്ല, ചൂടുകൊണ്ട് വിയർക്കുന്ന പ്രശ്നമില്ല. അവിടെ അതാ മെൻസസ് ഉള്ള സ്ത്രീകളില്ല, കൊര കൊണ്ട് ഉറങ്ങാൻ വിടാത്ത ഭർത്താവില്ല, കൂർക്കം വലിച്ചിട്ട് ഉറങ്ങാൻ വിടാത്ത ഭാര്യയുമില്ല. അവിടെ അതാ പ്രായമായിട്ട് തളർന്നു വീണു പോകുന്നവരില്ല,
അവിടെ ക്യാൻസർ രോഗം ഭയപ്പെടേണ്ടതില്ല. അൾസറോ ട്യൂമറോ ഷുഗറോ പ്രഷറോ ആ ലോകത്ത് കണി കാണുകയില്ല. അവിടെ പരസ്പരം പിണക്കങ്ങളില്ല, അവിടെ പരസ്പരം കുറ്റം കെടുത്തുന്ന ആളുകളില്ല, ചീത്ത പറയുന്നവരില്ല, തെറി പറയുന്നവരില്ല, അവിടെ ദുഷിക്കുന്നവരില്ല, അസൂയാലുക്കളില്ല, അഹങ്കാരികളില്ല, അവിടെ എതിരാളികളില്ല, ശത്രുക്കളില്ല. സുബ്ഹാനല്ലാഹ്, സന്തോഷമേ ഉള്ളൂ. അവിടെ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനുഷ്യൻ അനുഭവിക്കേണ്ടതില്ല. അവിടെ അതാ ഏത് സന്തോഷത്തിൽ ജീവിക്കുന്ന മനുഷ്യനും സുബ്ഹാനല്ലാഹ്, നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയാൽ നേതാക്കൾക്കൊക്കെയും ബേജാറാണ്. എന്റെ പേര് ലിസ്റ്റിൽ ഉണ്ടാവോ ഇല്ലേ, എന്നെ സ്ഥാനാർത്ഥിയാക്കോ ഇല്ലേ എന്നുള്ള ബേജാറാണ്. അനുയായികൾക്ക് എന്റെ ഗ്രൂപ്പിലുള്ള ആള് വരുവോ ഇല്ലേ, ആ ബേജാറാണ്. അവസാനം പേര് വന്നാലോ, ജയിക്കുമോ ഇല്ലേ, കൂടെയുള്ളവർ കാലുവാരുമോ ഇല്ലേ, കൂടെയുള്ളവർ ചതിക്കുമോ ഇല്ലേ എന്ന ബേജാറാണ്. അവസാനം അതിനു വേണ്ടി എല്ലാം ഏറും കുത്തും വെട്ടുമെല്ലാം കഴിഞ്ഞ് സർവബഹളങ്ങളും ഉണ്ടാക്കി, സർവകോലാഹലങ്ങളും ഉണ്ടാക്കി ഏതോ ഒരു മനുഷ്യൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തോറ്റവന്റെ ടെൻഷൻ പറയണ്ട. തോറ്റവന് വേണ്ടി ഓടി നടന്നാണ് രംഗത്ത് വന്നവരും അവരെ ടെൻഷൻ പറയണ്ട. അതേ സമയത്ത് ജയിച്ചവന്റെ ഹുങ്കും പറയണ്ട. ജയിച്ചവന്റെ കൂടെയുള്ളവരുടെ അതാ ഐലസ കൊണ്ട് റോട്ടുമക്കലൂടെ വോട്ട് ചെയ്തവന് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, ശല്യവും പറയണ്ട. പിന്നെ സുബ്ഹാനല്ലാഹ്, ജയിച്ചവന് പിന്നെന്തായി, ഞാൻ മന്ത്രിയാവില്ലേ എന്നുള്ള ബേജാറായി. ഇതുകൊണ്ട് തീർന്നില്ല. MLA ആയിട്ട് സമാധാനം കിട്ടിയോ, മന്ത്രിയാവില്ലേ എന്നുള്ള ബേജാറായി. മന്ത്രി ആയി കഴിഞ്ഞാലോ ഇനി എപ്പോഴാ തെറിക്കുക, ഏതെല്ലാം സമര വരിക, എന്തെല്ലാം ആരോപണ വരിക, അതിന്റെ ബേജാറായി. ഇങ്ങനെ പൂവന്നല്ലേ ലോകം. അങ്ങനെയുള്ള ഒരു സ്ഥാനവും തെറിച്ചു പോകാത്ത ഒരു ലോകം, എതിരാളിയില്ലാത്ത ഒരു ലോകം, സന്തോഷം മാത്രമുള്ള ഒരു ലോകം. ആ ലോകം ആർക്ക് വേണ്ടിയാണോ ലോകം സൃഷ്ടിക്കപ്പെട്ടത്, അത് അല്ലാഹുവിനെ അറിയുന്നവർക്ക് വേണ്ടിയാണ്, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ലോകസട്ടാവിനെ അറിയുന്നവർക്കാണ്, അറിയാൻ ശ്രമിക്കുന്നവർക്കാണ്, ലോകസട്ടാവിനെ അനുസരിക്കുന്നവർക്കാണ്, അവന്റെ വിരോധങ്ങൾ അതനുസരിച്ച് കൈയൊഴിച്ച് ജീവിക്കുന്നവർക്കാണ്. ആ ലോകമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ശിക്ഷാര് രക്ഷയുടെ ലോകം. അതേ സത്യവിശ്വാസികൾക്ക്, സൽക്കർമ്മികൾക്ക്, ഭക്തിയുള്ളവർക്ക് സന്തോഷമാണ്. ഭൂമിലോകത്ത് അക്രമം ചെയ്തവൻ, കള്ളം പറഞ്ഞവൻ, വഞ്ചന നടത്തിയവൻ, വാക്കിലംഘിച്ചവൻ, വർഗീയത ഇളക്കി വിട്ടവൻ, ഭീകരവാദിയായവൻ, തീവ്രവാദിയായവൻ, അതേ നിരപരാധികളെ കൊന്നൊടുക്കിയവൻ, നിരപരാധികളെ പേരിൽ ആരോപണം ഉന്നയിച്ച് അവരുടെ മാന്യതയ്ക്ക് ക്ഷതം വരുത്തിയവൻ, ഭാര്യയെ വഞ്ചിച്ച ഭർത്താവ്, ഭർത്താവിനെ വഞ്ചിച്ച ഭാര്യ, അതേ ഉസ്താദിനെ വഞ്ചിച്ച ശിഷ്യൻ, ശിഷ്യന്മാരെ വഞ്ചിച്ച ഉസ്താദ്, നേതാക്കളെ വഞ്ചിച്ച അനുയായി, അനുയായെ വഞ്ചിച്ച നേതാവ്, അയൽവാസികളെ വഞ്ചിച്ചവൻ, അയൽവാസികൾക്ക് ദ്രോഹം ചെയ്തവൻ, കുടുംബ ബന്ധം മുറിച്ചവൻ, ലോകസട്ടാവിനെ അനുസരിക്കാതിരുന്നവൻ, അവന് നിസ്കാരം നിർവഹിക്കാത്തവൻ, അവൻ വിരോധിച്ച മദ്യം കുടിച്ചവൻ, അവൻ വിരോധിച്ച വ്യഭിചാരം നടത്തിയവൻ, അവൻ വിരോധിച്ച കളവ് നടത്തിയവൻ, അവൻ വിരോധിച്ച തെറ്റുകൾ പ്രവർത്തിച്ചവൻ, അവരെ എല്ലാം വിചാരണയ്ക്ക് വിധേയമാക്കുന്നു. ആ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന സമയത്ത് നന്മകൾ വർദ്ധിച്ചവന് രക്ഷ ലഭിക്കുന്നു, തിന്മയാണ് വർധനമെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നു. ആ ശിക്ഷിക്കപ്പെടുന്ന ലോകത്തിന്റെ അധിപനാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്.
അള്ളാഹുവിന്റെ മുമ്പിൽ കളവ് കൊണ്ട് രക്ഷപ്പെടൂല. അള്ളാഹുവിന്റെ മുമ്പിൽ വഞ്ചന നടത്തിയവർ രക്ഷപ്പെടൂല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ ഭൂമി ലോകത്തുള്ള കോടതിയിലെ നിയമം, ഇസ്ലാമിക കോടതിയിലെ നിയമം, അത് നിയമത്തിന്റെ റൂട്ടിലങ്ങ് പോകുമെങ്കിലും യാഥാർത്ഥ്യം എന്താണോ അതിനനുസരിച്ചിരിക്കും അള്ളാഹുവിന്റെ അടുക്കലുള്ള തീരുമാനവും അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷയും രക്ഷയും കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോ ഭാര്യ പറയുന്നു ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഭർത്താവ് കള്ളം പറയുകയാണ്. ഭർത്താവ് പറയുന്നു അവൾ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടതാണ്, അവള് കള്ളം പറയുകയാണെന്ന്. അവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഈ ബാഹ്യമായ ലോകത്തിന്റെ കോടതിക്ക് ഇവർക്കിടയിൽ തീരുമാനമെടുക്കണ്ടേ? ആ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് 4 പ്രാവശ്യം അതേ ഞാൻ സത്യം പറയുന്നവരിൽ പെട്ടവനാണെന്നും അവസാനം 5ാമത്തെ പ്രാവശ്യം ഞാൻ എന്റെ ഭാര്യയെ കുറിച്ച് പറയുന്ന അപരാധം കളവാണെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ എന്നും, ഇതേപോലെ എന്റെ ഭർത്താവ് കള്ളം പറയുകയാണെന്നും, ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചതാണെങ്കിൽ, ഞാൻ ഇപ്പോൾ പറയുന്നത് കളവാണെങ്കിൽ എനിക്ക് പടച്ചവന്റെ കോപമുണ്ടാകട്ടെ എന്ന് ഭാര്യയും പറയുന്ന നിലക്ക് 2 പേർക്കിടയിൽ അതാ എന്ന് പറയുന്ന ഒരു നിലക്കുള്ള ഒരു ശാപം പറയുന്ന ഒരവസ്ഥാവിശേഷം കോടതിക്ക് നിയമമായി അള്ളാഹു നൽകിയിട്ടുള്ളത് ഹബീബായ നബി തങ്ങൾ ഓർമ്മിപ്പിച്ചില്ലേ? നിങ്ങളത് പറയുമ്പോൾ പടച്ചവന്റെ ശിക്ഷ അത് ദുനിയാവിലെ കോടതിയുടെ ശിക്ഷയേക്കാൾ വളരെ വലുതാണെന്ന് ഓർക്കണേ. വ്യഭിചാരോപണം പറഞ്ഞാൽ പറഞ്ഞവന് 80 അടിയാണ് ശിക്ഷ. വ്യഭിചാരം തെളിഞ്ഞാൽ വിവാഹിതയാണെങ്കിൽ സമ്മതിച്ചാൽ അതേ എറിഞ്ഞു കൊല്ലനാണ് ശിക്ഷ. മരിക്കൽ ഇവിടെ എന്തായാലും മരിക്കേണ്ടി വരും, സംശയമില്ല. ആ മരണം ചെയ്തു പോയ തെറ്റ് പൊറുപ്പിക്കപ്പെടാൻ കാരണമാകുന്ന വിധത്തിലായാൽ ആ മരണത്തോട് രക്ഷ കിട്ടുകയാണ്. നേരെ മറിച്ച് പടച്ചവനെ മുൻനിർത്തിയിട്ട് കള്ളസത്യം ചെയ്താൽ, കള്ളം പറഞ്ഞാൽ ഇവിടുത്തെ കോടതിയിൽ രക്ഷപ്പെടുമെങ്കിലും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു നിലക്കും രക്ഷപ്പെടൂല. അതുകൊണ്ട് ഇസ്ലാമിക കോടതി എങ്ങനെ തീരുമാനമെടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഇന്നലെ നാം വിവരിച്ച വിവരങ്ങൾ കേൾക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ഇതുകൊണ്ട് കാര്യം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കരുത്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹ്. അവന്റെ അടുക്കൽ ശരിയായ വിചാരണയും ശരിയായ ശിക്ഷയും രക്ഷയും ഉണ്ട്. ഈ ലോകം ശരിയായ ശിക്ഷയും രക്ഷയും കൊടുക്കാൻ പര്യാപ്തമായ ലോകം അല്ല. ഒരു നിരപരാധിയായ മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ ഇവിടെ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ അവനെ പകരം കൊല്ലുക എന്നതാണ്. എന്നാൽ ഒരൊറ്റ മനുഷ്യൻ ഒരൊറ്റ ദിവസം 10,000 ആളുകളെ ഒരു ഉപകരണം വെച്ച് കൊന്നുകളഞ്ഞാൽ അവനെയും പകരം കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ പകരം കൊല്ലുക എന്നത് മാത്രമാണ്. ഒരു മനുഷ്യനെ കൊന്നാൽ കൊടുക്കാവുന്ന ശിക്ഷ മാത്രം 10,000 ആളെ കൊന്നാൽ കൊടുത്താൽ അത് മതിയാകുമോ? അപ്പൊ ഈ ലോകത്ത് വേറെ ശിക്ഷ അതിനേക്കാൾ വലുത് കൊടുക്കാൻ കഴിയില്ല. ഈ ലോകം ശരിയായ ശിക്ഷാരക്ഷകളുടെ ലോകം അല്ല. ശരിയായ ശിക്ഷാരക്ഷകളുടെ ലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യൻ ഈമാനുള്ളവനും തഖ്വയുള്ളവനും ആയിരിക്കണം. ഇത് നാം ഏത് ഇസ്ലാമിക കോടതിയുടെ നിയമങ്ങൾ പറയുമ്പോഴും ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കുമ്പോഴും ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഏതൊരു പ്രസ്ഥാനത്തെയും തകർക്കാൻ ഉദ്ദേശിക്കുന്നവർ ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കേന്ദ്രബിന്ദു ആരാണോ
അവരെ തകർക്കാനും നശിപ്പിക്കാനുമാണ് ശ്രമിക്കുക. ഒരു കളവ് നടത്താൻ ഉദ്ദേശിക്കുന്നവൻ ഒരു വീട്ടിൽ വന്നാൽ അവൻ ആദ്യം ശ്രമിക്കുക ആ വീട്ടിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാനാണ്. മെയിൻ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവന് അവിടെ ഏത് തോന്നിവാസവും നടത്താൻ സൗകര്യം ലഭിക്കും. വെളിച്ചം, മറ്റുള്ള വെളിച്ചങ്ങളെല്ലാം കിട്ടുപോയി. മെയിൻ സ്വിച്ചിൽ നിന്നാണ് മറ്റുള്ള സ്ഥലത്തെല്ലാം വെളിച്ചം കിട്ടുന്നത്. അതുകൊണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കാൻ എങ്ങനെ കഴിയും എന്നാണ് ഒരു അക്രമം ഉദ്ദേശിക്കുന്ന മനുഷ്യൻ ഒരു സ്ഥലത്ത് കയറി വന്നാൽ ശ്രമിക്കുക. ഇതുപോലെ സഹോദരന്മാരെ, ഇബ്ലീസിന്റെ അനുയായികൾ, ലോകത്ത് നന്മയുടെ ശത്രുക്കൾ, തിന്മയുടെ വക്താക്കൾ, അവരെപ്പോഴും അതാ ആരാണോ നന്മയുടെ രംഗത്ത് ഏറ്റവും തിളങ്ങി നിന്ന് നേതൃത്വം കൊടുക്കുന്നത് അവരെ എങ്ങനെ തകർക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുക. അത് സ്വാഭാവികമാണ്. ഇതുകൊണ്ട് തന്നെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ തകർക്കാൻ കഴിയുമെന്ന് ശത്രുക്കൾ പലവിധത്തിലും ചിന്തിച്ചു നോക്കി, പല വിധേനയും ആലോചിച്ചു നോക്കി. നിങ്ങൾക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യമതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചവരിൽ പലരെയും കൊന്നു നോക്കി. അങ്ങനെ അതാ ആ രംഗത്തേക്ക് ആളുകൾ വരുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ അതുകൊണ്ട് സത്യത്തിലേക്ക് ജനങ്ങൾ വരുന്നതിനെ തടയാൻ കഴിഞ്ഞില്ല. അക്രമങ്ങൾ ഒരുപാട് അഴിച്ചുവിട്ടു. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സാധുക്കളെ കൊണ്ടുപോയി നെഞ്ഞിൽ കല്ല് വെച്ച് ഉരുട്ടി നോക്കി. സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെ പോലുള്ള മഹദികളെ ശരീരത്തിൽ ഇരുമ്പിന്റെ വലിയ പാര ശരീരത്തിൽ ഗുഹ്യസ്ഥാനത്ത് വരെ കുത്തിക്കയറ്റി കൊന്നുകളയാൻ അവർക്ക് മടി തോന്നിയില്ല. പലരെയും കൊന്നുകളഞ്ഞു, നാട്ടിൽ ഉപരോധം ഏർപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, നാട്ടിൽ നിന്ന് ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ശത്രുക്കൾ അതാ അവരുടെ ശത്രുത വെച്ച് പുലർത്തി അക്രമങ്ങൾ അഴിച്ചുവിട്ടു. പലരും നാടും വീടും വിട്ടു പോകേണ്ടി വന്നു. പലരും അതാ കുടുംബവും വിട്ടു പോകേണ്ടി വന്നു. പലരും അക്രമങ്ങൾക്ക് വിധേയമായി, പലരും കൊല്ലപ്പെട്ടു. പക്ഷേ ഇസ്ലാം വളരുകയാണ്, ഉയരുകയാണ്, ജനങ്ങൾ വർദ്ധിക്കുകയാണ്. അവസാനം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയുണ്ട് ആക്രമിക്കാനെന്ന് നോക്കി, പരിഹസിക്കാനെന്ന് നോക്കി. അവിടുന്ന് നിസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ വലിയ കൊടലുകൾ വലിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ കഴുത്തിലിട്ട് കൊടുത്തിട്ട് വരെ ശല്യപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം കഅബ ശരീഫിന്റെ സമീപത്ത് നിൽക്കുമ്പോ അവിടുത്തെ കഴുത്തിലേക്ക് അതാ വലിയൊരു തുണി ചുറ്റിയിട്ട് രണ്ട് ഭാഗത്തും പിടിച്ച് വലിച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ ശ്രമിക്കുന്നവരെ പിടിച്ചു നീക്കി. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ്, അല്ലാഹുവാണ് എന്റെ റബ്ബ്, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങളൊരു മഹാനായ മനുഷ്യനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചുവെന്ന് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. 10 മിനിറ്റ് കഴിഞ്ഞോട്ടെ. ഓ സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി കഴുത്തിൽ തുണിയിട്ട് മുറുക്കി. അവിടുന്ന് ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല.
തെറി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. അവിടുത്തെ ശരീരത്തെ ആക്രമിച്ചവന് പകരം ചെയ്തിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. തെറി പറഞ്ഞവൻ പകരം തെറി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. എന്തിനധികം പറയണം, സ്വന്തം കുടുംബക്കാരുടെ സഹായം ലഭിക്കുമെന്ന് തോന്നിയിട്ട് തായിഫിലേക്ക് ചെന്നപ്പോ കുട്ടികളെയും ഭ്രാന്തന്മാരെയും ഉപയോഗപ്പെടുത്തി നല്ല ഉരുളൻ കല്ലുകൊണ്ട് എറിയിച്ചിട്ട് അവിടുത്തെ കാലിന്റെ തണ്ടിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ട് ക്ഷീണം പിടിച്ചു വരുമ്പോ അവരെ നശിപ്പിക്കാൻ പർവ്വതം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിട്ട് ഞാൻ ഈ പർവ്വതം കൊണ്ട് അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ലാ വേണ്ട, എന്നെ കല്ലെറിഞ്ഞവരെ നശിപ്പിക്കണ്ട. അവരാരെങ്കിലും നന്നായാലോ പിൽക്കാലത്ത് നന്നായാലോ, അവര് നന്നായില്ലെങ്കിൽ അവരെ മക്കളെങ്കിലും നന്നായാലോ, ഒരാളെയും നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനസ്സിന്റെ ഉള്ളിൽ ശത്രുത, ആശയപരമായ ശത്രുതയാണ്, ആദർശപരമായ ശത്രുതയാണ്. അവിടുന്ന് ഒരു തെറ്റും ചെയ്തിട്ടല്ല. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി അവരതാ കൂടിയാലോചന നടത്തുന്നു. ആ കൂടിയാലോചനയിൽ കൊല്ലാനുള്ള പരിപാടികൾ അവർ ആവിഷ്കരിക്കുന്നു. അതിനാവശ്യമായ എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കുന്നു. അവിടുത്തെ വീട് പോയി വളയുന്നു. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ധൈര്യപൂർവം അവരുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ജല്ല ജലാലുഹു വിവരം നൽകുന്നു. അവിടുത്തേക്കൊരു പോറലും ഏൽക്കാതെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നു. അവിടുന്നതാ പോകുന്ന സമയത്ത് ഗുഹയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു. അവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. എതിരാളികൾ നടത്തുന്ന കിംവദന്തികളും എതിരാളികൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളുമാണ്. ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടുന്ന് അല്പ ദിവസം ഒളിച്ചിരിക്കുന്നു. അതൊരു പർവ്വതത്തിന്റെ മേലെയുള്ള ഗുഹയിലാണ്. അവിടെ ഒളിച്ചിരുന്ന സമയത്ത് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ
ആ അവന്റെ ഫിത്നയിൽ പലരും പെട്ടുപോയി. ആ ഫിത്നയനുസരിച്ച് വേറെ ചില നല്ല ആളുകളും അതിൽ പെട്ട് സംസാരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ആ സംസാരത്തിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ചാണ് ഖുർആൻ ഇന്നല്ലദീന ജാഊ ബിൽലിഫ്കി, ആ ശുദ്ധ നുണ കൊണ്ടുവന്നവർ ഉസ്ബത്തും മിൻകും, അതേ പരസ്യമായ അവിശ്വാസികളിൽ പെട്ട അബൂജഹലിന്റെ കൂടെ നടക്കുന്ന, അതുപോലത്തെവരെ കൂടെ നടക്കുന്ന അവിശ്വാസികളിൽ പെട്ടവരല്ല, നിങ്ങളെ കൂടെ തന്നെയുള്ള നിങ്ങളെ പാർട്ടിയിൽപ്പെട്ട ഒരു സംഘം തന്നെയാണ്. ലാ തസ്സബൂഹു ശർറൻ ലക്കും, അത് നിങ്ങൾക്ക് നാശമായി നിങ്ങൾ കരുതണ്ട. മനസ്സിന്റെ ഉള്ളിൽ ഹബീബായ നബിതങ്ങളെയും കുടുംബത്തെയും വഷളാക്കാൻ എന്തുണ്ട് വഴി എന്ന് ചിന്തിച്ച് ബാഹ്യമായ വിശ്വാസം പ്രകടിപ്പിച്ച് ഉള്ളിൽ കാപട്യം നിറഞ്ഞു ജീവിച്ച അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ കുതന്ത്രമാണ്. അതിൽ ചില നല്ലവരും പെട്ടുപോയിരിക്കുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, പക്ഷേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ആ വിവരം അറിഞ്ഞിട്ടില്ല. അവരിങ്ങനൊരു ഫിത്ന ഉണ്ടാക്കുന്ന വിവരം കൂടാലത്തിരിക്കുന്ന ഞാൻ എങ്ങനെ അറിയാനാണ്? ഞാൻ ആ വിവരം അറിയില്ല. പക്ഷേ അതാ അങ്ങനെ ഒരു സംഭവം നടന്നു. ഞങ്ങൾ മദീനയിലേക്ക് എത്തി. ഇവരിങ്ങനെ കുശുകുശു പറയുന്ന വിവരം ഞാൻ അറിയൂല. മദീനയിലെത്തിയപ്പോൾ എനിക്ക് ശരീരമാസകലം വേദന, എനിക്കൊരു ചെറിയ രോഗം, യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ. ആ രോഗത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ കഴിയുമ്പോ എന്റെ മനസ്സിനെ പ്രയാസപ്പെടുത്തിയ ചില സംഭവങ്ങൾ ഉണ്ടായി. അതെന്താണ്? ഈ വിവരം ഞാൻ അറിയില്ല. പക്ഷേ അന്നീല അരിഫു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ലുത്ഫല്ലദീ കുന്തു അറാ മിൻഹു ഹീന അസ്തകീ. എനിക്ക് രോഗമായി ഞാൻ വീട്ടിലിരിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കൽ വരുന്നുണ്ട്, സലാം ചൊല്ലുന്നുണ്ട്, കൈഫതീക്കും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്, അതും ചോദിച്ചങ്ങ് പോകുന്നുണ്ട്. സാധാരണ എന്നോട് കാണിക്കുന്ന നിലക്കുള്ള ആ ലാവണ്യത്തിന്റെ സുന്ദരമായ പെരുമാറ്റവും അതേപോലെ ആ അങ്ങേയറ്റത്തെ സ്നേഹപ്രകടനത്തോടുകൂടിയുള്ള ആ പെരുമാറ്റം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഈ നാശങ്ങളൊന്നും അറിയയില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ അസുഖവും കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരൽപ്പം സമാധാനം കിട്ടിയപ്പോ ഞാൻ ഉമ്മു മിസ്തഹിന്റെ കൂടെ, മിസ്തഹിന്റെ ഉമ്മാന്റെ കൂടെ ഞാനതാ വിസർജന സ്ഥലത്തേക്കൊന്ന് പുറപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ മദീനയിൽ ജീവിക്കുമ്പോ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തോട്ട് പോകലാണ് പതിവ്. അവിടെ രാത്രി മാത്രമേ ഞങ്ങൾ സ്ത്രീകൾ പോവുകയുള്ളൂ. പകല് പോകുമ്പോ ആരെങ്കിലും കണ്ടാലോ, അതുകൊണ്ട് പകല് സാധാരണ അങ്ങനെ പോകാറില്ല. രാത്രിയിലെ വിസർജനത്തിന് വേണ്ടി പുറത്തോട്ട് പോകാറുള്ളൂ. അത് ഞങ്ങളെ വീടിനോടനുബന്ധിച്ച് കക്കൂസുകൾ നിർമ്മിക്കുന്നതിന്റെ മുമ്പാണ്. വീടിനോടനുബന്ധിച്ച് കക്കൂസ് നിർമ്മിച്ചപ്പോ പിന്നെ ഞങ്ങൾക്ക് ആ പോണ്ട പ്രയാസമില്ല. അക്കാലത്ത് ഞങ്ങളെ ഒരാൾ കണ്ടുപോകരുതെന്ന് മനസ്സിലാക്കി രാത്രിയിലെ ഞങ്ങൾ പോകല് പതിവുള്ളൂ. അങ്ങനെ ഉമ്മു മിസ്തഹിനെയും കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വിസർജന സ്ഥലത്തേക്ക് പോയി. മടങ്ങി വരുന്ന സമയത്ത് ഉമ്മു മിസ്തഹ് ആ പൊതച്ച സാലൊന്ന് നീക്കിയിട്ട് പറഞ്ഞു, തൈസ മിസ്തഹുൻ. സ്വന്തം മകനെ പറ്റി പറയാണ്. മിസ്തഹിന് നാശം. സ്വന്തം മകനെ കുറിച്ചാണ് ഉമ്മ പറയുന്നത്. അത് കേട്ടപ്പോ ഞാൻ ചോദിച്ചു, ബീസമാ ഖുൽതി അതുസുബ്ബീന റജുലൻ ശഹീദ ബദ്റൻ. ബദറിൽ പങ്കെടുത്ത ഒരു മോനല്ലേ അത്? നിങ്ങളെ മകൻ ബദറിൽ പങ്കെടുത്ത ആളല്ലേ? അയാള് നിങ്ങളെ ഉമ്മ എന്തേ ചീത്ത പറയുന്നത്? എന്റെ മനസ്സിന് ഒരാളെ കുറ്റം പറയുന്നിട്ട് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ ചോദിച്ചു, നിങ്ങളെ മകനെ, ബദറിൽ പങ്കെടുത്ത മോനെ കുറ്റം പറയും? അപ്പോ ആ സ്ത്രീ പറഞ്ഞു, ഐ ഹന്ത, എടി പെണ്ണെ, നിനക്കെന്തെങ്കിലും അറിയോ? വലം തസ്മൈ, നീ കേട്ടിട്ടില്ലേ? മഖാല,
അവൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നീ കേട്ടിട്ടില്ലേ? നീ കേട്ടിട്ടില്ല. നീ അവനെന്താ പറഞ്ഞതെന്ന് അറിഞ്ഞിട്ടില്ല. എന്റെ മോന്, എന്റെ മകൻ പറഞ്ഞത് എനിക്കറിയാം, നീ അത് കേട്ടിട്ടില്ല. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, എന്താ വിഷയം? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കൂട്ടര് നിന്നെ സംബന്ധിച്ച് ഇങ്ങനെ ആരോപണം പറയുന്നുണ്ട് എന്ന വിവരം പറഞ്ഞു. ആയിഷ ബീവി പറയാണ്, ഫസ്ദത്തു മറളാ അലാ മറളീ, എന്റെ രോഗം മൂർച്ഛിച്ചു. സുബ്ഹാനല്ലാഹ്, എനിക്ക് വലിയ ടെൻഷൻ വന്നില്ലേ? ടെൻഷൻ ഉണ്ടായാൽ മേലും കൈയും വേദനയാത്ത ആരെങ്കിലും ഉണ്ടാവോ? ടെൻഷൻ വന്നാൽ ക്ഷീണമാകാത്തവരുണ്ടാവോ? എനിക്ക് നേരത്തെ ഉള്ള രോഗത്തിന്റെ മേലെ രോഗം കുറെ മൂർച്ഛിച്ചു. ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് എനിക്ക് സലാം പറഞ്ഞു. സലാം പറഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, ഞാൻ എന്റെ ബാപ്പാന്റെയും ഉമ്മാന്റെയും പുറക്കേക്ക് പോയിക്കോട്ടെ, ഞാൻ എന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും വീട്ടിൽ പോയിക്കോട്ടെ. ഞാനത് ചോദിച്ചത് എന്തിനാണെന്നറിയോ? എനിക്ക് ബാപ്പാന്റെയും ഉമ്മാന്റെയും അടുക്ക് എത്തിയിട്ട് എന്നെ കൊണ്ട് ആൾക്കാർ എന്തല്ല പറയുന്നത് എന്നൊന്നറിയണം. അതിന് സ്വന്തം പുരയിലെത്തിയാലുള്ള സൗകര്യം ഇവിടുന്ന് കിട്ടൂല. അതിനുവേണ്ടി ബാപ്പാന്റെയും ഉമ്മാന്റെയും വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് സമ്മതം തന്നു. ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ എന്റെ ഉമ്മയുടെ സമീപത്ത് ചെന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ആ ഉമ്മത്താ, എന്റെ ഉമ്മ എന്താണ് ജനങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത്? അപ്പോൾ എന്റെ ഉമ്മ പറഞ്ഞു, കുഞ്ഞുമോളെ, ഹബ്ബിനി അലൈക്, നീ പ്രശ്നാക്കണ്ട, നീ പ്രശ്നാക്കണ്ട. ഫവല്ലാഹി ലഖല്ലമാ കാനത് ഇംറഅത്തുൻ ഖത്ത് വലിയതൻ ഇൻദ റജുലിൻ യുഹിബ്ബുഹാ ലഹാ ദറാഇറു ഇല്ലാ കത്തർന അലൈഹാ. ഒരു ഭർത്താവിന് കൂടുതൽ ഭാര്യമാരുണ്ടാവുകയും അതിലൊരു സ്ത്രീ നല്ല ഭംഗിയുള്ളവൾ ഉണ്ടാവുകയും ആ ഭർത്താവ് പ്രത്യേകിച്ചും അവളൊരു പ്രത്യേക സ്നേഹമുള്ളവരാവുകയും ചെയ്താൽ എന്തായാലും അങ്ങനെയൊക്കെ കുറെ സംഗതികളും പറയാനൊക്കെ ആളുണ്ടാവും. അതുകൊണ്ട് നീ ഒരു പ്രശ്നം കണ്ട എന്ന് ഉമ്മ എന്നെ ഉപദേശിച്ചു. പക്ഷേ എനിക്ക് വല്ലാത്ത വിഷമം. ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പരിശുദ്ധനാണ്. അവലഖദ് തഹദ്ദസ അന്നാസു ബിഹാദാ, ജനങ്ങൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് അന്ന് രാത്രി മുഴുവനും ഞാൻ കരഞ്ഞു. നേരം വെളുക്കുന്നത് വരെ എനിക്ക് കണ്ണുനീര് നിൽക്കുന്നില്ല. ഞാനൊരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസവും ഞാൻ കരഞ്ഞു. അങ്ങനെ കരച്ചില് തന്നെ എന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണെങ്കിൽ വഹി വരുന്നുമില്ല. ഒരു തീരുമാനം പറയാൻ അല്ലാഹുവിങ്കൽ നിന്ന് ഓർഡർ വരുന്നില്ല. കൂടിയാലോചനയ്ക്ക് വേണ്ടി ഉസാമത്ത് ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ പോറ്റാണ് സെയ്ദ്. പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു സഹാബിയാണത്, സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ. നബി തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമുള്ള മോനാണ്. ആ ഉസാമത്ത് ഇബ്നു സെയ്ദിനെ വിളിച്ച് മുശാവറ ചെയ്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് വന്നവരും മകളെ ഭർത്താവും പല നിലക്കും ബന്ധമുള്ള ആളും പിതൃ സഹോദരന്റെ മകനും എല്ലാ നിലക്കും മുശാവറ ചെയ്യാൻ അർഹതപ്പെട്ടവരാണ്. അവരോട് രണ്ടാളോടും ചോദിച്ചത് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഉസാമത്ത് അത് റസൂൽ നബിയെ തങ്ങളെ ഭാര്യയല്ലേ, ആ ഭാര്യയിൽ നന്മയല്ലാതെ നമ്മൾ അറിയുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാകരുത് എന്നതാണ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ നിർബന്ധം. മഹാനവറുകൾ പറഞ്ഞു, ലം യുളയ്യിഖുല്ലാഹു അലൈഹി വന്നിസാഉ സിവാഹാ കസീർ. തങ്ങൾ എന്തിന് പ്രശ്നമാക്കണം? അതേ, അല്ലാഹു തആല ആ വിഷയത്തിൽ വല്ല പ്രശ്നവുമുണ്ടെങ്കിൽ തങ്ങൾക്ക് വിവരം തരാതിരിക്കുമോ? നബിയെ, സ്ത്രീകൾ ആയിഷയല്ലാത്ത വേറെയും ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ. ആയിഷക്ക് വല്ല പ്രശ്നവുമുണ്ടെങ്കിൽ അള്ളാഹു വിവരം തരാതിരിക്കുമോ?
തങ്ങൾ പ്രശ്നമാക്കണ്ട, തങ്ങൾക്ക് അല്ലാഹു ഇടുക്കമാക്കൂല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉള്ളതാണ്. എന്നാൽ സഹോദരന്മാരെ, ഉസാമത്ത് ഒന്നുകൂടി അതെ അല്ല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടി പറഞ്ഞു, വസലിൽ ജാരിയ തസ്തുഖക, തങ്ങളെ വീട്ടിൽ ഒരു അടിമ സ്ത്രീ ഇല്ലേ? ആ അടിമ സ്ത്രീ ബരീറ എന്നാണ് അവരെ പേര്. ബരീറയോട് ചോദിച്ചാൽ ആയിഷയുടെ വിവരം അറിഞ്ഞൂടെ? തങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അവൾ ഉള്ളതേ പറയൂ. സുബ്ഹാനല്ലാഹ്, ബരീറയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. ബരീറ പറഞ്ഞു, ഹക്ക് കൊണ്ട് തങ്ങളെ പറഞ്ഞേച്ച അള്ളാഹനെ തന്നെ സത്യം, ഒരു അവസരത്തിലും ഒരു ന്യൂനതയും ആയിഷയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ചെറിയ വയസ്സുള്ള ഒരു മോളല്ലേ അത്, ചെറിയ വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ലേ അത്. അതുകൊണ്ട് ചിലപ്പോ ഗോതമ്പും കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പത്തിരി ചുടാതെ ചിലപ്പോ ഉറങ്ങിപ്പോവും. ഉറങ്ങിപ്പോയാൽ കോഴി ചിലപ്പോ വന്ന് കൊത്തും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നല്ലാതെ വേറെ ഒരു മോശവും ആയിഷക്ക് ഞാൻ കണ്ടിട്ടില്ല. ഓ സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞു. എന്നാൽ വേറെ ചില റിപ്പോർട്ടുകളിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചതുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അന അഖ്തഉ ബികദിബിൽ മുനാഫിഖീൻ, ആ കപട വിശ്വാസികൾ പറയുന്നത് കളവാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ ധീരതയും ശക്തിയും സത്യത്തിന്റെ മുന്നിൽ അതാ ധീരതയോടെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവവും സംസാരത്തിന്റെ ചാതുര്യവും കണ്ടോ? അവിടുന്ന് പറയുകയാണ്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു അത് മുനാഫിഖീങ്ങളെ കളവാണ്. ഓ നബിയെ, ഞാൻ എങ്ങനെ അത് മനസ്സിലാക്കിയെന്നറിയോ? ഓ നബിയെ, ഞാൻ മനസ്സിലാക്കിയത് ഈച്ച തങ്ങളുടെ ശരീരത്തിൽ വന്ന് വീഴാറില്ല. ഈച്ച തങ്ങളുടെ ശരീരത്തിൽ വന്ന് വീഴാറില്ല. വല്ല മ്ലേച്ഛ വസ്തുക്കളിലും പോയി വീഴുന്ന സാധനമാണ് ഈച്ച. ആ ഈച്ച തങ്ങളെ ശരീരത്തിൽ വന്ന് വീഴാറില്ല. അപ്പോൾ പിന്നെ തങ്ങൾ ബന്ധപ്പെടുന്ന ഭാര്യയ്ക്ക് വല്ല മോശവും വരുമോ? ഈച്ച തങ്ങളെ ശരീരത്തിൽ വീഴാതെ അല്ലാഹ് കാത്തിട്ടില്ലേ? ഓ സുഹൃത്തുക്കളെ, എഴുന്നേറ്റ് നിൽക്കണം. ഞാനിന്ന് പെട്ടെന്ന് ഇത് ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ബാക്കി നാളേക്ക് വെച്ച് എന്റെ പ്രസംഗം നിർത്തും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിച്ചു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അഖൽതു ബറാഅത ആയിഷ, ആയിഷ നിരപരാധിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കിയതെന്നറിയോ? മിൻ ദില്ലിക, തങ്ങളെ നിഴല് മുഖേനയാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. കാരണം ലിഅന്നി റഅയ്തുല്ലാഹ സാന ദില്ലക അൻ യഖഅ അലൽ അർളി, ഓ നബിയേ, തങ്ങളെ നിഴൽ ഒരിക്കലും ഭൂമിയിൽ പതിക്കാറില്ല. ഐലി അന്ന ദില്ല ശഖ്സിഹി ശരീഫ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തിന്റെ നിഴല് കാനലാ യദ്ഹറു ഫീ ശംസിൻ വലാ ഖമരിൻ, ഒരു ചന്ദ്രന്റെയോ അല്ലെങ്കിൽ സൂര്യന്റെയോ നിഴലായി അതിന്റെ നബി തങ്ങളുടെ നിഴല് ഒരു സൂര്യനോ ഉദിച്ചാൽ അതൊരിക്കലും വെളിവാകാറില്ല. എന്തേ കാരണം? ആളുകളെ കാലുകൊണ്ട് തങ്ങളെ നിഴല് ചവിട്ടിപ്പോകരുത്. ആളുകളുടെ കാലുകൊണ്ട് തങ്ങളെ നിഴല് ചവിട്ടിപ്പോകരുത്. അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും ഉദിച്ചാൽ തങ്ങളെ നിഴല് നിലത്ത് പതിയാറില്ല. തങ്ങളെ നിഴല് അല്ലാഹു തആല ഈ നിലക്ക് കാത്തിട്ടുണ്ടെങ്കിൽ തങ്ങളെ ഭാര്യക്ക് വല്ല തകരാറും സംഭവിക്കോ? തങ്ങളെ നിഴല് തന്നെ ചവിട്ടിപ്പോകരുതെന്ന നിലക്ക് അല്ലാഹു കാവൽ നൽകുകയാണെങ്കിൽ പിന്നെ തങ്ങളെ ഭാര്യയുടെ കാര്യം പറഞ്ഞോ? സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നപ്പോ ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, അഖൽതു ബറാഅത ആയിഷ മിൻ ശൈഇൻ, ആയിഷ നിരപരാധിയാണെന്ന് ഞാൻ മനസ്സിലാക്കി നബിയെ. അതെങ്ങനെയെന്നറിയോ?
ഇന്നാ സല്ലൈനാ ഖൽഫക, തങ്ങളെ പിന്നിൽ ഞങ്ങൾ ഒരു ദിവസം നിസ്കരിക്കാൻ നിന്നു. വഅന്ത തുസല്ലി ബിനാ ഇലൈക, രണ്ട് ഒരു പക്ഷേ ഞങ്ങൾ ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, അല്ല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ആ ചെരുപ്പിന്റെ ചോട നജസുണ്ടെന്ന് എന്നോട് പറഞ്ഞതാണ്. അങ്ങനെയാണ് ആ ചെരുപ്പ് ഞാൻ കാല് കുടഞ്ഞങ്ങ് തീർപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് നബിയേ, തങ്ങളങ്ങ് മുന്നോട്ട് നീങ്ങിക്കോ. വല്ല പ്രശ്നവുമുണ്ടെങ്കിൽ ജിബ്രീൽ വിവരം തരാതിരിക്കുമോ? തങ്ങൾ പ്രശ്നമാക്കണ്ട. അലി റളിയല്ലാഹു അൻഹു അതേ ആ നിലക്കുള്ള മറുപടി പറഞ്ഞു. സുഹൃത്തുക്കളെ, അങ്ങനെ അവരെല്ലാം ധൈര്യം പകർന്നെങ്കിലും ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ വീട്ടിൽ കരഞ്ഞു കൂടുകയാണ് കേട്ടോ. പിന്നെ എന്തുണ്ടായി ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറയും. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ 3 ദിവസം 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ഇപ്പൊ ദ്വാരക്കണം. നിങ്ങൾ ക്ഷമിക്കണം, ഇന്നലെ വഅദ് നിർത്തുമ്പോ ഒരു 10-15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. ഇന്ന് ഒരാളെ, ഒരു നാട്ടിനെ സഹായിക്കേണ്ടതുണ്ട്. അതായത് ഞാനൊരു കൂട്ടർക്ക് ഡേറ്റ് കൊടുത്തു, മെയ് 9-ാം തീയതിയാ കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞു, എന്റെ അനുജന്റെ മകന്റെ കല്യാണമാണ്, അതുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞിട്ടേ വരുള്ളൂ, അങ്ങനെ മതിയെന്നും പറഞ്ഞു. ഇന്ന് അവര് വിളിച്ചിട്ട് പറഞ്ഞു, ഏപ്രിൽ 9-നാണ് ഞങ്ങൾ നോട്ടീസ് അടിച്ചത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ കൊടുത്ത മെയ് 9-ന് ഡയറിയിൽ എഴുതിയ മെയ് 9, അവരോട് പറഞ്ഞ മെയ് 9, ഒക്കെ മെയ് 9. പക്ഷെ അവര് ഡയറിയിൽ അവര് കേട്ടത് കഴിച്ചതോ എനിക്കറിയില്ല. 1.5 മണിക്കൂർ വലിയ പോസ്റ്ററൊക്കെ അടിച്ച് വലിയ പ്രചരണം നടത്തിപ്പോയി. അപ്പൊ അവര് കരയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു നിലക്കും വരാനാവില്ല, എന്നെ കുറ്റിയാടിയുള്ള ആൾക്കാർ അടിച്ചു കൊന്നാളി എന്ന് പറഞ്ഞാലും. അപ്പൊ അവർ പറഞ്ഞു, എന്തായാലും വരാണ്ട് പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 10 മണിക്ക് വാല് നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് 1.5 മണിക്കൂർ ഓടിയിട്ട് അവിടെ വരാം, എന്നാലെങ്കിൽ നിങ്ങളെ സമാധാനിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി ഒരു 10-15 മിനിറ്റ് മുമ്പ് ഇന്ന് വാല് നിർത്തുകയാണ്. അല്ലെങ്കിൽ ക്ഷമിക്കണം, ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഞാൻ നാളെ പറയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. ഒരുപാട് ആളുകൾ പല വിഷയത്തിലും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ്, ഇന്ന് ചെറിയ മഴയുള്ള ദിവസമാണ്, എല്ലാവരും നേരത്തെ പോയി കിടന്നുറങ്ങട്ടെ. നാളെ നേരത്തെ തന്നെ വരട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നേരത്തെ തന്നെ വരണം, നേരത്തെ നമുക്ക് വയൽ തുടങ്ങണം. നാളെയും കൂടിയാണ് നമ്മളെ വയൽ ഒരു നിലക്കും ഉള്ളത്. മറ്റന്നാൾ 3 മണിക്കാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത്. മഗ്രിബ് വരെ നമ്മുടെ നേതാക്കളും സയ്യിദന്മാരും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപന പരിപാടി ഉണ്ടാകും. സുലൈമാൻ സാഹിബിന്റെ സ്വീകരണ പരിപാടി ഉണ്ടാകും. ആദരിക്കൽ പരിപാടി ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ പോലെ ദിക്ർ ഹൽഖയിൽ ചൊല്ലുന്ന ദിക്ർ ചൊല്ലണം. ഇശാ നിസ്കരിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് വഅദും പറയണം. എന്നാലേ ഇപ്പൊ കുറച്ചെങ്കിലും സൂറത്തുൻ നൂറിൽ നിന്ന് കുറഞ്ഞതെങ്കിലും നമുക്ക് സംസാരിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വഅദിന് ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ തന്നെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും വരണം. മറ്റന്നാള് സ്ത്രീകൾ വഅദിന് വരണം. പകൽ സമയത്ത് സ്ത്രീകൾക്ക് വരാനും അതുപോലെ പങ്കെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ 3 സ്വലാത്ത് ചൊല്ലി ദുആ നടത്തുന്നു. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ. ഇന്നലെ പവന് ഏറ്റവർക്ക് വേണ്ടി ചിലരൊക്കെ പൈസ കൊണ്ടു തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരും കൂടി കൊണ്ടുതരും, ഇന്ന് തന്നെ തരും എന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, പൈസ ഇപ്പൊ തന്നെ കൊടുത്തേക്കണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സംഖ്യ ഉള്ളവർ, കയ്യിലുള്ളവർ ഇന്ന് തന്നെ കൊടുത്തേക്കണം. സയ്യിദ് ഉസ്താദിനെയാണ് വാങ്ങി വെച്ച് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. 3 സ്വലാത്തെല്ലാവരും ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم ارحم الراحمين يا رب. നിങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾ അതിന്റെ ഖുർആൻ പിന്തുടർന്ന് ജീവിക്കാൻ ഭാഗ്യമുള്ളവരിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ജോലികൾ, പഠനങ്ങളിലും അധ്യാപനങ്ങളിലും സ്ഥാപനങ്ങളിലും
യാത്രകളിലും കുടുംബങ്ങളിലും ഭാര്യമാരിലും സന്താനങ്ങളിലും ബന്ധപ്പെട്ട എല്ലാവരിലും ഞങ്ങളെ സ്നേഹിക്കുന്നവരിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. അനാവശ്യമായ ചർച്ചകളിലോ അനാവശ്യമായ സംസാരങ്ങളിലോ ആരോപണങ്ങളിലോ ഉൾപ്പെട്ട് ആഖിറം നഷ്ടപ്പെടുത്തുന്നവരിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തരുത് റഹ്മാനേ. പടച്ച റബ്ബേ, ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നോ ഞങ്ങൾക്കത് മാപ്പാക്കണം റഹ്മാനേ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈമാനോടെ തഖ്വയോടെ തൗബയോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനം നിന്നെ കണ്ട് തുടങ്ങിയതാണ്. നീ തന്നെ അതിന്റെ എല്ലാ പരിപാടികളും ഏറ്റെടുത്ത് വിജയിപ്പിക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് എന്തെല്ലാം ഹൈറായ ഉദ്ദേശങ്ങളുണ്ടോ ഞങ്ങളെ സദസ്സിൽ വന്നവർക്കോ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദക്കകളും തന്നവർക്കോ ആർക്കെന്ത് ഹൈറായ ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം നീ നിറവേറ്റി തരണം റഹ്മാനേ. വിദേശ നാടുകളിൽ നിന്നും ഖത്തറിൽ നിന്നും മറ്റെല്ലാ വിദേശ നാടുകളിൽ നിന്നും പല വിഷയത്തിനും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റഹ്മാനേ. പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റഹ്മാനേ. മകൾക്ക് നല്ല ഭർത്താവിനെ കിട്ടാൻ അരപ്പവന് തന്നവരുണ്ട്. അതുപോലെ ഗർഭിണിയായ മകൾ പ്രസവത്തിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ മകനും മകൾക്കുമൊക്കെ നല്ല ഇണകളെ കിട്ടേണ്ടവരുണ്ട്. എല്ലാവർക്കും സർവ്വ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണേ റഹ്മാനേ. സ്വർണത്തിന്റെ വള കൊടുത്തേച്ച് ആ പാവപ്പെട്ട പെണ്ണിന്റെ വിവാഹത്തിന് വേണ്ടി ഒരു സ്ത്രീ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവർക്കും ഞങ്ങൾക്കും ആഖിറം രക്ഷപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിൽ സന്തോഷകരമായ ജീവിതം നൽകണേ റഹ്മാനേ. അവസാനം കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈമാനോടെ മരിച്ച് സാലിഹീങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം തരണം റഹ്മാനേ. റബ്ബേ, ഞങ്ങൾക്ക് ആരോഗ്യം തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കണമെങ്കിൽ, പഠിച്ചത് പറയണമെങ്കിൽ, അതിന് നീണ്ട യാത്രകൾ നടത്തണമെങ്കിൽ, സ്ഥാപനം മുന്നോട്ട് എല്ലാറ്റിനും ആരോഗ്യം വേണമല്ലോ. നീ ആരോഗ്യം ഏറ്റിത്തരണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണം റഹ്മാനെ. അവസാനം ഈമാൻ സലാമത്താക്കി മരിപ്പിച്ച് സ്വാലിഹീങ്ങളെ കൂടെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റന്നാൾ നടക്കുന്ന സമ്മേളനത്തിന്റെ വളണ്ടിയേഴ്സ് മീറ്റ് നാളെ വൈകുന്നേരം 3 മണിക്ക് സിറാജുൽ ഹുദയിൽ വെച്ച് നടക്കുന്നു. മുഴുവൻ സഫ്വ അംഗങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നാളെ വൈകുന്നേരം 3 മണിക്ക് വളണ്ടിയേഴ്സ് മീറ്റ് സിറാജുൽ ഹുദയിൽ വെച്ച് നടക്കുന്നു.